ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ശേഖരൻ തൻ്റെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഡ്രസ്സ് എടുക്കുകയാണ് കേട്ടോ. എൻ്റെ മകൻ കൊണ്ടുവന്ന ഡ്രസ്സ്. മോനെ ഇന്ദ്ര, നീ എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തന്നല്ലോ. ഈ അച്ഛന് ഒരുപാട് സന്തോഷമായി. ഈ ഡ്രസ്സുകൾ ഞാൻ എൻ്റെ ദേഹത്തോട്ട് ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യൻ പാവം സന്തോഷത്തോടു കൂടി പറയാൻ വാക്കുകളില്ലാതെ ആ ഡ്രസ്സ് ആ കവർ ഇങ്ങനെ പൊതിയൊഴിക്കുന്ന സമയത്ത് സുശീല അപ്പുറത്ത് നിന്നിങ്ങനെ ബ്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം പല്ല് തേക്കുന്ന സമയത്ത് നീ ഇടടാ ഡ്രസ്സ്, കാണാടാ നിനക്ക് എന്നുള്ള ആ ഭാവത്തിലാണ് സുശീലയുടെ കളികൾ കേട്ടോ. അങ്ങനെ സുശീല ഈ കളി കളിക്കുന്ന സമയത്ത് ഒന്നും അറിയാതെ ശേഖരൻ ആ കവർ അങ്ങ് എടുക്കുകയാണ്. കവറിൽ നിന്നും ഓരോ ഡ്രസ്സുകളും എടുത്തു വെക്കുകയാണ്. എന്നിട്ട് തനിക്കതിലൊരു ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്ത് താൻ തൻ്റെ ദേഹത്തോട്ട് ഇടാൻ ശ്രമിക്കുന്ന സമയത്ത് താൻ കാണുന്ന കാഴ്ച തന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. താൻ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ പറയുന്ന സുശീല ആ വസ്ത്രങ്ങളെല്ലാം കീറി മുറിച്ചിരിക്കുകയാണ്. അത് ഒന്ന് തുന്നിച്ചേർക്കാനും കൂടി പറ്റാത്ത വിധത്തിലുള്ള കീറലാണ് കേട്ടോ. അങ്ങനെ ശേഖരന് വല്ലാത്തൊരു സങ്കടം. അപ്പം ഈ സുശീലെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, കേട്ടോ താൻ എന്താടോ വിചാരിച്ച് ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ മക്കള് താനിക്ക് തരുമെന്ന് താൻ ചിന്തിച്ചോ? താൻ എന്താടോ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? താൻ വളർത്തി വലുതാക്കിയ തൻ്റെ മക്കള് തന്നെ നോക്കാനാടോ താൻ ഇത്രയും കാലം ഇവിടെ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ സമ്മതിക്കുമെന്ന് നീ കരുതിയോ? അവളെ മുൻനിർത്തി നീ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതിനെ തടയിടാനും എനിക്കറിയാടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീന് കാണിക്കുകയാണ് കേട്ടോ. അതായത് കത്രികയും മരുന്നും കൂടിയിട്ട് സുശീൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ബൈക്ക് തുറക്കുകയാണ്, സ്കൂട്ടി തുറക്കുകയാണ്. എന്നിട്ട് ആ പൊതി അതുപോലെ അതിൽ തന്നെ വെച്ചതിന് ശേഷം മടക്ക് പോലും നിർത്താതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കത്രിക കൊണ്ട് അങ്ങ് വെട്ടിക്കൊടുത്ത് അതേപോലെ കവറിനുള്ളിലോട്ട് വെച്ചതിന് ശേഷം മരുന്ന് പൊതി എടുത്തിട്ട് താൻ അങ്ങനെ തൻ്റെ മരുന്ന് കഴിക്കണ്ട, താനെ പനിക്കുള്ള മരുന്ന് അതായത് പാരസിറ്റാമോൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പാരസിറ്റാമോളും ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എന്നോടാണ് താൻ കളിച്ചത്, ഇടനിലക്കാരി ഒരുത്തി ഉണ്ടെന്ന് കരുതിയിട്ട് എൻ്റെ മക്കളെ സ്വാധീനിക്കാമെന്ന് നീ കരുതിയിട്ടുണ്ടാവും. എന്നാൽ അത് നടക്കത്തില്ലടാ. ഈ സുശീല ജീവിച്ചിരിക്കുന്നത്തോളം കാലം നടക്കത്തില്ല. ഇത് സ്വയം നിന്ന് പല്ല് തേച്ചിട്ട് നമുക്ക് കേൾക്കാവുന്ന വിധത്തിലാണ് കേട്ടോ പറയുന്നത്. എന്നാൽ പാവൻ ശേഖരൻ ഒന്നും അറിയാതെ ഈ വസ്ത്രങ്ങളെല്ലാം താൻ ഇടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എൻ്റെ മോൻ ഇന്ദ്രൻ അത് എന്നോട് മനഃപൂർവ്വം ചെയ്തതായിരിക്കും എന്ന തോന്നൽ തൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങുകയാണ് കേട്ടോ. എൻ്റെ മോൻ ഇന്ദ്രൻ എന്നെ മനഃപൂർവ്വം വേദനിപ്പിച്ചതായിരിക്കും, അവൻ എന്നോട് ദേഷ്യം കൊണ്ട് ചെയ്തതായിരിക്കും, വസ്ത്രം വാങ്ങിത്തന്ന് പാവം അനുമോൾ അറിയണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ ആവുമോ എന്ന് താൻ പലവട്ടം ചിന്തിച്ചതിന് ശേഷം തൻ്റെ പഴയ വസ്ത്രം എടുത്തിടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ അനുപമ. ഇതെന്താ അച്ഛ, ഇനിയും പഴയ വസ്ത്രം തന്നെ ഇടുന്ന്? അച്ഛനെ ഇന്നലെ ഇന്ദ്രട്ടൻ കൊണ്ടുവന്ന ആ ഡ്രസ്സ് ഇട്ടൂടെ? ഒന്നുമില്ല മോളെ, അതങ്ങനെ ഇടാൻ പറ്റത്തില്ല. അതെന്താ, എടുത്തു വെക്കാൻ വേണ്ടിയാണോ അച്ഛനത് ചെയ്യുന്നത്? എടുത്തു വെക്കാനുള്ള പരിപാടിയാണോ? അതൊന്നല്ല, പിന്നെ എന്താ ഇടാത്തത്? ഒന്നുമില്ല. അപ്പൊ ആ തിണ്ണയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അപ്പൊ അനുപമ പോയി നോക്കുക, അതിനിത് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ വസ്ത്രങ്ങളും അനുപമയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അയ്യോയ്യോ അനുപമ പോലും ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഇതെങ്ങനെ ഇവിടെ സംഭവിച്ചു എന്നുള്ള ആ ലെവലിൽ അനുപമ ഞെട്ടി നിൽക്കണം കേട്ടോ. അങ്ങനെ അനുപമ ഇത് എങ്ങനെ സംഭവിച്ചു മോളെ? ഒരുപക്ഷെ ഇന്ദ്രട്ടെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛാ, ഇന്ദ്രട്ടൻ അതിനുള്ള മനസ്സൊന്നുമില്ല, ഇന്ദ്രട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ഇന്ദ്രൻ വന്ന സമയത്ത് അമ്മയുള്ളത് കാരണം സ്കൂട്ടിയിൽ നിന്നും വസ്ത്രം എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ എന്ത് എന്ന് അനുപമ ചോദിച്ചല്ലോ, ആ ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ എടുത്തു? ഞാൻ എടുത്തോളാം, വാങ്ങിച്ചു കൊണ്ടുവന്നല്ലോ, അതെന്നെ വലിയ സന്തോഷം എന്ന് അനുപമ പറയുന്നു. അപ്പോൾ അനുപമ അതിങ്ങനെ ചിന്തിച്ചതിന് ശേഷം ശേഖരനോട് പറയണം, അച്ഛാ ഇതാര് ചെയ്തു, ഇതാരാണ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതിനുള്ള പ്രതിവിധി ഞാൻ ചെയ്തോളാം. മോളെ, നീ ഒരു പ്രശ്നമുണ്ടാക്കാൻ പോവുകയാണോ? അല്ലച്ചാ, ഇത് എന്ത് വേണമെന്ന് എനിക്കറിയാം, ഇതിന് ഇന്ന് തന്നെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാം. എന്തായാലും അച്ഛൻ പേടിക്കണ്ട. വേണ്ട മോളെ, എനിക്ക് വേണ്ടി നീ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കണ്ട, വെറുതെ നിന്റെ കൂടി സമാധാനം പോവാനേ. ഇല്ലച്ചാ, ഇതിനൊരു പ്രതിവിധി ചെയ്തേ പറ്റുള്ളൂ. ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പൊ ഞാനായിട്ട് തന്നെ തീർത്തോളാം, ആരോടും ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ മരുന്ന് കാണിച്ച അച്ഛൻ്റെ, അപ്പോൾ മരുന്ന് എടുത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ മരുന്ന് തുറന്നു നോക്കുമ്പോൾ അത് ശേഖരന്റെ മരുന്നല്ല. അപ്പോൾ ഉടൻ തന്നെ ഇത് അച്ഛൻ്റെ മരുന്നല്ലല്ലോ, ഇത് അച്ഛൻ കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചില്ല, ഞാൻ നല്ല ചുമക്കുമ്പോൾ മാത്രമേ എടുത്ത് കഴിക്കാറുള്ളൂ. നന്നായി, ഇത് അച്ഛൻ്റെ മരുന്നല്ല. അപ്പൊ ഇതാരാ ചെയ്തെന്ന് നല്ല വ്യക്തമായിട്ടുണ്ട് എനിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ.
എന്നാൽ പോകുന്ന വഴിക്ക് സുശീല കാണാം തൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരുപാട് വസ്ത്രങ്ങൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട്, ഡി നീ എന്താടി വിചാരിച്ചത്? ഇന്ദ്രൻ, ഞാനറിയാതെ ഇന്ദ്രനെ കൊണ്ട് അയാൾക്ക് നീ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തിട്ട് നീ അയാളെ കൊണ്ട് അങ്ങ് ഇടിപ്പിക്കാന്ന് കരുതിയോ? എൻ്റെ മക്കളെ അയാളിലോട്ട് അടുപ്പിക്കുക എന്ന് നീ കരുതിയോ? അപ്പൊ ഇത് സോന കേൾക്കുകയാണ് കേട്ടോ. സോന റൂമിൽ നിന്നും ജനലിനുള്ളിലൂടെ ഇത് കേൾക്കാണ്. ഉടൻ തന്നെ സുശീല പറയാണ്, നീ എന്താണ് കരുതിയിരിക്കുന്നത്? നീ എൻ്റെ മക്കള് അയാൾക്ക് അങ്ങ് വിട്ടുകൊടുക്കാന്ന് നീ കരുതിയോ? എന്നാൽ ഈ സുശീല തന്നെയാണ് ഈ വസ്ത്രം എല്ലാം കീറി മുറിച്ചിട്ടത്. നീ ഒരിക്കലും അയാൾക്ക് ഒരു കാര്യം എൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ലടി എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കുമ്പോൾ ഉടൻ തന്നെ സോനക്ക് വലിയ സങ്കടമാവാണ്. ഈ സമയം ഇതാ ഒരുപാട് വസ്ത്രം ഇവിടുത്തെ പഴയത് എൻ്റെ മക്കളുടെ ഉണ്ട്, അത് വേണമെങ്കിൽ കൊണ്ടുകൊടുത്തോ എന്ന് പറയാണ്. ആ സമയം അനുപ പറയണേ, ഈ വസ്ത്രം കീറിയതിനുള്ള പ്രതിവിധി ഞാൻ ചെയ്തോളാം, പക്ഷേ ഈ പഴയ വസ്ത്രങ്ങൾ കൊണ്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്ക് വസ്ത്രം കീറാനും അതുപോലെ തന്നെ പഴയ വസ്ത്രം കൊടുക്കാനും കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് കൊടുത്തേക്ക്, നിങ്ങളുടെ ഭർത്താവല്ലേ, ഞാൻ എന്തിനു ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അനുപമ റൂമിലോട്ട് പോയിട്ടോ. ആ സമയം അനുപമ അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ സുശീല പോവുകയാണ് ശേഖരൻ്റെ അടുത്തോട്ട്. എന്നിട്ട് ഒച്ചയെടുക്കുകയാണ്, അതെ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാം ഇവിടെ നടത്താമെന്നോ? ഇടനിലക്കാരി ഒരുത്തിയും വെച്ച് എൻ്റെ മക്കളെ അങ്ങ് സ്വാധീനിക്കാമെന്നോ? എന്നാൽ അതൊരിക്കലും നടക്കില്ല. അല്ല സുശീലെ, ഇതാ ഈ വസ്ത്രം ഇട്ടാൽ മതി, താൻ ഈ പഴയ വസ്ത്രം ഇട്ടോ എന്ന് പറഞ്ഞിട്ട് കാല് ചുവട്ടിലോട്ട് ഈ വസ്ത്രങ്ങളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശേഖരൻ പറയണേ, എനിക്കൊരു മനസ്സിലൊരു ചിന്തയില്ല സുശീലെ, ഞാൻ ആരായിട്ട് പ്രശ്നം ഉണ്ടാക്കാനില്ല, ഈ വസ്ത്രം ഞാൻ ഇട്ടോളാം, എനിക്ക് സന്തോഷമുള്ളൂ, എൻ്റെ മക്കളുടെ വിയർപ്പും മണമൊക്കെ ഇതിലുണ്ടാവുമല്ലോ, അപ്പോൾ എനിക്ക് ആ സുഖം കിട്ടും, അതുകൊണ്ട് ഞാൻ ഈ വസ്ത്രം ഇട്ടോളാം. അപ്പോൾ ഇത് കേൾക്കുന്ന സുശീലയുടെ ഉള്ളൊന്ന് പൊള്ളുകയാണ്. എന്നിട്ട് പറയാണ്, ഈ വസ്ത്രം ഞാൻ ഇട്ടോളാം, എന്തായാലും എനിക്കതിൽ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ മക്കൾ എന്നോട് നാളെ ചോദ്യം ചെയ്യരുത്, ഞങ്ങളുടെ വസ്ത്രം എന്തിന് നിങ്ങൾ ഇട്ടു എന്ന് അവരോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ സുശീല ഞാനിതിടാൻ എന്ന് പറയുമ്പോൾ, ഇവിടെ താൻ അങ്ങനെ എൻ്റെ മക്കളുടെ സമ്മതം വാങ്ങി അങ്ങനെ ഇടണ്ടോ, ഇങ്ങോട്ട് തന്നാടാ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വാങ്ങിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. ഈ സമയം ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ സത്യം പറയാന്ന് വെച്ചാൽ സങ്കടമുണ്ട്. എടാ താൻ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? താൻ വന്നാൽ എൻ്റെ മക്കളെ സ്വീകരിക്കുന്ന ഇടനിലക്കാരിയെ വെച്ചും കൊണ്ട് എൻ്റെ മക്കളെ സ്വാധീനിക്കുന്ന ഈ സുശീല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിന് പിടിക്കാവരിങ്ങാണ്. അങ്ങനെ സമ്മതിക്കില്ല, തനിക്കൊന്ന് ഇറങ്ങിപ്പോയി കൂടറോ? അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട്, ഇല്ല, ഒരു പ്രാവശ്യം ഞാൻ ഇറങ്ങിപ്പോയതിനുള്ള ശിക്ഷയാണ് എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയത്, ഇനി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പോവില്ല, എൻ്റെ മക്കൾ കൂടി എന്നോട് പറയട്ടെ എന്നിട്ട് സുശീല ഞാൻ പോവുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് മരുന്ന് വാങ്ങുന്ന കാര്യം അനുപമയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചോട്ടെ അനുപമ എന്ന് പറയുമ്പോൾ അനുപമ അറിയുന്നുണ്ട്, അച്ഛനായിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങരുത്, ഞാൻ പറയുന്നത് അന്ന് അച്ഛൻ കേൾക്കണം, അച്ഛനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം വരും, അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ആ ഒരു വാക്ക് നന്നായിട്ട് ശേഖരൻ അറിയില്ല. അപ്പോൾ ശേഖരൻ പറയണേ, ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ നിന്നും ഇനി ഇറങ്ങില്ല, എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പോകുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഇവിടെ താൻ എന്താടോ എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് പിടിക്കുമ്പോൾ സോനക്ക് ദേഷ്യം പിടിച്ച് സോന അങ്ങ് വരികയാണ് കേട്ടോ. അതെ, അമ്മയുടെ ചായ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഇനി എനിക്ക് ചായ ചൂടാക്കാനൊന്നും പറ്റത്തില്ല, അമ്മ ഒന്ന് കുടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് സോന അവിടെ നിന്ന് പോവാണ് കേട്ടോ. മനഃപൂർവ്വം തൻ്റെ അച്ഛനെ വഴക്ക് പറയുന്നത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് സോന അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ സുശീല പറയണേ, കേട്ടോ ഇന്ന് വരെ എൻ്റെ മക്കളുടെ മുഖം ഒന്ന് കയർക്കുകയോ എന്നോട് ശബ്ദത്തിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല, താൻ വന്നതിന് ശേഷം എൻ്റെ മക്കളുടെ സ്വഭാവത്തിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സുശീല അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. ഇതേ സമയം വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ ഇങ്ങനെ കിളിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, തൻ്റെ കിളിക്കൂടിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അവർ തമ്മിൽ ഇണചേരുന്ന ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ചീരു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഇതാ ചായ. അപ്പോൾ തനിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? അത് കേട്ട ഉടൻ തന്നെ, എനിക്ക് ആരോടും ദേഷ്യമില്ല, ഞാനെന്തിനാ ദേഷ്യപ്പെടേണ്ട ആവശ്യം? ചില കാര്യങ്ങൾ ഞാൻ വെട്ടി തുറന്നങ്ങ് പറയും, അത് ദേഷ്യം കൊണ്ടല്ല, ചിലവരുടെയൊക്കെ മനസ്സ് നന്നാവാൻ വേണ്ടിയാണ്, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. അത് കേൾക്കുന്ന, മതി ചീരു, നീ ഇത്രയെങ്കിലും എന്നോട് സംസാരിച്ചല്ലോ. എടോ ഞാൻ ഇതൊക്കെ ചെയ്തത് ദൂർത്തടിച്ച് പണം നശിപ്പിക്കാനൊന്നും അല്ലടോ, എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും എൻ്റെ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, അത് നീ ചീരു ഓർക്കണം. ആ സമയം ചീരു പറയണം, എനിക്ക് മനസ്സിലായി, അതെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്വന്തം അമ്മയോടൊന്ന് ചോദിച്ചിട്ടാവായിരുന്നു, അതിന് ഞാൻ അമ്മയോട് ചോദിക്കാൻ അപ്പോൾ വിട്ടടോ, ക്ഷമിച്ചേക്ക്. എന്നാൽ നീ ഉണ്ടെങ്കിൽ ഞാനിവിടെ ചോദിച്ചിരുന്നു, അതിന് ഞാനെന്നും ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ കൂടെ, പഞ്ചരത്നത്തിലുണ്ടായിരുന്നു, നിങ്ങൾ അടിക്കടിക്ക് പഞ്ചരത്നത്തിൽ വന്നിരുന്നു, ആ സമയം നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയായിരുന്നല്ലോ. ഒക്കെ കൈവിട്ടുപോയി, എൻ്റെ കയ്യിൽ പറ്റിയ ഒരു അശ്രദ്ധ എന്ന് നീ അങ്ങ് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയണം.
എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി എന്തായാലും നീ എന്നെ കുറ്റപ്പെടുത്തേണ്ട. എന്തായാലും തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നോട് പലതും സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചൊരു കിടത്തം കെടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ എന്ന് പറയുമ്പോഴേക്കും ചീരുവിൻ്റെ കുഞ്ഞങ്ങ് അലറി വിളിച്ച് കരയാണ് കേട്ടോ. അപ്പോഴേക്കും ചീരു അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ചീരു പോകുമ്പോൾ വിനയം പറയുന്നുണ്ട്, മതി, ഇത്രയൊക്കെ മതി, ഇപ്പം അവൾ കുറച്ച് എൻ്റെ അടുത്തോട്ട് അടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും അവളെ വളച്ചെടുക്കാൻ ഈ വിനയനറിയാം. ഇനി ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് വിനയൻ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ.